ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മോസനോസ്. നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ മഴക്കാലത്ത് വീട്ടിലേക്കൊക്കെ വരുന്ന കൊതുകിനെയും ഈച്ചയെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന കൊച്ചീച്ചകളെയും ഒക്കെ തുരത്താൻ പറ്റിയ കിടിലൻ ടിപ്പാണ് കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുകയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി, എന്താ പറയുക, ഇത്തിരി മതി. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രണ്ടും വേറെ വേറെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത്. അത് കടുക് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഗ്രാമ്പുവാണ് കേട്ടോ ആദ്യം പൊടിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പൊടിക്കും വേണ്ട, എന്നാൽ ചതച്ചിട്ട് എടുക്കാനും പാടില്ല. ഒരു ഇടത്തരം രീതിയിൽ നമ്മൾ അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇതാക്കിയിട്ട് രണ്ടും കൂടി നല്ല മിക്സാക്കുകയും ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഞാനത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു സുഗന്ധം, എന്താ പറയുക, നല്ലൊരു മണം, ഗ്രാമ്പൂവൊക്കെ പൊടിക്കുമ്പോഴുള്ളൊരു മണം വേറെ തന്നെയാണല്ലോ, അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് എന്താ വെച്ചാൽ കൊതുകിനൊക്കെ ഈച്ച എല്ലാ പോവുകയും ചെയ്യും, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു സുഗന്ധം നിറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 സ്പൂണൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഉണക്ക മഞ്ഞൾ പൊടിച്ച് ചേർക്കുകയാണ് വെച്ചാൽ ഏറ്റവും ഗുണമാണ് കേട്ടോ. അത് കത്തുമ്പോഴുള്ളൊരു മണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ്. അപ്പോൾ പക്ഷേ എനിക്കത് കിട്ടിയില്ല, അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. എണ്ണ നമുക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ, ഇത് രണ്ടും ഉപയോഗിക്കുന്നതായിട്ടാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കത് രണ്ടും കിട്ടാത്തത് കൊണ്ട് ഞാൻ തലയിൽ തേക്കണ കാച്ചിയ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു മണമുള്ള എണ്ണ തന്നെയാണ്. നമുക്കതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. വെളിച്ചെണ്ണയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗുണം തരും നമുക്ക് ഈ കാച്ചിയ എണ്ണ കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് മിക്സാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ നമുക്കത് വെക്കണം. കുറച്ച് നേരം അത് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ഇടത്തരം വലിപ്പമുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നടുവിലത്തെ ആ കൂന് ഭാഗമാണ് കളയാണ് കേട്ടോ. കത്തിയും കൊണ്ട് എനിക്ക് പറ്റാത്തതും കൊണ്ട് ഞാൻ കത്രികയാണ് എടുത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ നല്ല വട്ടത്തിലൊക്കെ ആക്കാം. പക്ഷെ ഞാനിത് ദിവസം ഉപയോഗിക്കേണ്ടതില്ലെന്ന് വിചാരിച്ചിട്ട് ദിവസം കുറേശ്ശെ നമ്മൾ ഒരാഴ്ച ഉപയോഗിച്ചാൽ പിന്നെ ആ മുകൾ ഭാഗം ഒരിത്തിരി ഇതുണ്ടാവുമല്ലോ എണ്ണേൻ്റെ കളർ. അപ്പോൾ പിറ്റേ ദിവസം ഇത്തിരി വലുതാക്കുക, അതിൻ്റെ പിറ്റേ ദിവസം ഇത്തിരി വലുതാക്കുക, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യത്തെ ദിവസം ഇത്തിരി കേട്ടോ ഇതിൽ വട്ടം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അടിഭാഗം വരെ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, മുറിഞ്ഞു പോവാതെ. നമുക്ക് ഉള്ളിത്തോലുണ്ടെങ്കിൽ അത് മുറിച്ചിടാം, അല്ലെങ്കിൽ ഇത് കത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഏലമംഗലത്തിൻ്റെ ഇല ഉണ്ട്, അപ്പോൾ അത് ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടോ. നിറയ്ക്കൊന്നും വേണ്ട, ഒരു അടിഭാഗത്ത് ഇത്തിരി ഭാഗം തിരി ഇങ്ങനെ കത്തിച്ചെല്ലുമ്പോൾ ഇതും കൂടിയും കത്തിയാൽ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമുക്ക് തിരി വെച്ചിട്ട് വേണമെങ്കിൽ ഈ എണ്ണ ഒഴിക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചിട്ട് തിരി വെച്ചിട്ട് പിന്നെ ഫില്ലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തിരി വയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഉള്ളീൻ്റെ ചുറ്റുവറൊന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം ഉള്ളി അധിക ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് സിറ്റിങ്ങിന് വേണ്ടി ഒരു ഡപ്പേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തിരി ആദ്യം ആ എണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് മുക്കി പിഴിഞ്ഞെടുക്കുകയാണ്, എന്നാലേ നമുക്കത് നല്ലപോലെ കത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് ആ ഇല വെച്ച ശേഷം ആണെങ്കിൽ തിരി ഇറക്കി വെച്ചിട്ട് എണ്ണ ഇതാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതപ്പോൾ നിറയെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ തിരി വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അത് മഞ്ഞപ്പൊടിയും എണ്ണയും കാച്ചിയ എണ്ണയും പിന്നെ ഗ്രാമ്പൂ കടുകും ഒക്കെ പാടയുമ്പോൾ. ഇനി ഞാനിത് കത്തിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കത്തുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണം. ഇത് കത്തുമ്പോൾ ഒരു ഭയങ്കര ഒരു മണം, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു സുഗന്ധം എന്നറിയാം. മഴക്കാലത്തൊക്കെ ഒരു ഈർപ്പത്തിൻ്റെതൊക്കെ ഉണ്ടാവും, എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്